പൊന്നമ്മ ചേച്ചി, പഴയ ഒരു സർഗാത്മകത, പുരോഗമന ഭാവമൊന്നും ഇന്ന് പ്രേക്ഷകരിലില്ല. മനുഷ്യൻ വീണ്ടും വാൻഡറാകാൻ വേണ്ടിയിട്ടുള്ള പരിണാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു കലാകാരൻ്റെ ബോൾഡ് ഇനിഷ്യേറ്റീവ്സിനെ ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. ദാസേട്ടനെ കുറിച്ച് പറഞ്ഞ പോലെ ചിലർക്കൊന്നും അങ്ങനെ മാറാൻ ഒക്കില്ല. ഞാനൊക്കെ എന്താ പറയുക, ഇച്ചിരി വേഷഭൂഷാദികളൊക്കെ ഉണ്ടെന്നല്ലാണ്ട് എൻ്റെ മനസ്സിപ്പോഴും എന്താ പറയുക, നാട്ടുംപുറത്തുകാരിയുടെ മനസ്സ് തന്നെയാണ് എനിക്ക്. നാട്ടുംപുറത്തുകാരിയാണ്. ഞാൻ 10 വയസ്സ് വരയ്ക്കും വളർന്നതും ഞാൻ പറഞ്ഞു പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ 6.5 ഏക്കർ സ്ഥലത്ത് അതിൻ്റെ നടുക്കൊരു വീട്, ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല. അത് കവിയൂരിൽ നിന്ന് അങ്ങോട്ടാണ് മാറിയത്. എന്തോ ചെറിയ കുടുംബ പ്രശ്നം, അച്ഛനുമായിട്ട് എന്തോ പ്രശ്നം അങ്ങോട്ട് മാറി അവിടെയാണ് വളർന്നത്. അപ്പം ഞാൻ ഈ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ നടവഴി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലെ നടന്നു വരുമ്പോൾ പോലെ ഈ ചേരയൊക്കെ കിടക്കും ചിലപ്പോൾ ക്രോസായിട്ട്. അത് പോകുന്നവരെ ഞാൻ അവിടെ നോക്കി നിൽക്കും, പാമ്പിനെ നോക്കി നിൽക്കും. അത് പോകാണ്ട് ഒരു കല്ലെടുത്തെറിയോ ഒന്നും ചെയ്യില്ല. ആരെ ദ്രോഹിച്ചിട്ടില്ല, ഉറുമ്പിനെ പോലും. പക്ഷെ ഒരുപാട് പേര് ചേച്ചിയെ ദ്രോഹിച്ചു, അങ്ങനെ ഒരു മനസ്സുകൊണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുണ്ട്. പക്ഷെ അവരോട് ദേഷ്യമൊന്നുമില്ല. ഏയ് എന്തിനാ, നമ്മൾ ജനിക്കുന്നു, എന്തായാലും മരിക്കുമെന്നല്ല ആരും ചിന്തിക്കുന്നില്ല. മരിക്കുമെന്നുള്ളതൊരു സത്യമാണല്ലോ, പക്ഷെ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അന്ന് ചേച്ചിയുടെ ഒരു കുടുംബ സാഹചര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ നല്ലൊരു കലാകാരൻ, അല്ലെങ്കിൽ ഒരു സർഗാത്മകതയുള്ള ആള്, പുരോഗമന രാഷ്ട്രീയം പോലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. കുറച്ച് ഒരു അല്പം ഇടത് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. കാണാൻ ഭയങ്കര സുന്ദരനായിരുന്നു. ആ സൗന്ദര്യമാണ് കിട്ടിയിരിക്കുന്നത്. ഏയ് ഞങ്ങൾക്കാർക്കും കിട്ടിയിട്ടില്ല. ഇല്ല. ഏയ് അച്ഛൻ നല്ല വെളുത്ത് തൊട്ടിട്ട് നല്ല ചുരുണ്ട മുടിയും. അച്ഛൻ ഞാൻ ഈ 5 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ത്യാഗരാജ ഭാഗവതർ കേട്ടിട്ടുണ്ട്, പഴയ ത്യാഗരാജ ഭാഗവതർ. അങ്ങയുടെ പാട്ടുകളൊക്കെ ഇരുന്ന് ഉറച്ചു പാടും. അപ്പം ഇതൊക്കെ കേട്ടാണ് ഞങ്ങൾ വളർന്നത്. പൊൻകുന്നം കഴിഞ്ഞ ശേഷം പിന്നെ ചങ്ങനാശ്ശേരിക്ക് പോയി LPRന്റെ കൂടെ സംഗീതം പഠിക്കാൻ വേണ്ടി. ചേച്ചിയെ സംഗീതം പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷെ അങ്ങോട്ട് മാറിയത്. അതെ അല്ലേ? ചങ്ങനാശ്ശേരി പക്ഷേ ഇപ്പോഴും എന്തോ ഒരു സാധനം മനസ്സിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. സത്യമായിട്ടും എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞു, ഞാൻ പറഞ്ഞത് എന്തായാലും സത്യമല്ലേ ഇവിടെ പറയുള്ളൂ. അത്രയേ ഉള്ളൂ. എല്ലാവരും കേട്ടതാണല്ലോ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വീട് മാറുകയാണോ? വാടക വീടായിരുന്നു അല്ലേ? അതെ. അരങ്ങേറ്റത്തിനായിട്ട് മാറുന്നതിൻ്റെ തലേദിവസവും അതിന് 2 ദിവസം മുമ്പോ? ഒരു ചെറുപ്പക്കാരനല്ല, 16 വയസ്സേ ഉള്ളൂ. 16 വയസ്സ്. അത് എത്ര വയസ്സുണ്ട്? 10 വയസ്സ്. 10 വയസ്സുള്ള പൊന്നമ്മയ്ക്ക് ഒരു ഇണപ്രാവുകൾ എന്ന് പറയുന്ന പുസ്തകം കൊണ്ട് ഇണപ്രാവുകൾ എന്നുള്ള പുസ്തകം സമ്മാനിക്കുന്നു. ശരി, പൊതിഞ്ഞാ കൊണ്ട് തന്നത്. അപ്പോൾ അച്ഛനുണ്ടല്ലോ, അച്ഛൻ കൊന്ന് ഓടി അകത്ത് വന്നത്. ഞാനിങ്ങനെ വേഗം മറിച്ച് നോക്കിയപ്പോൾ 4 വരികൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ വരികൾ? ഓർമ്മയില്ല, സത്യമായിട്ട് ഓർമ്മയുണ്ട്. കാണപ്പെടാത്തതാം ആകാശവീതിയിൽ കാണപ്പെടാത്ത ആകാശവീതി. 4 വരികൾ സത്യമായിട്ടും എനിക്ക് ഓർമ്മ വരുന്നു. ആ വരികൾ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ടെന്ന് എനിക്കറിയാം. ഇല്ല, 4 വരികൾ ഓർമ്മയുണ്ട്. അമ്മയാണ് ഇല്ല. ഓക്കെ, ശരി, വിട്ടു. എന്തായാലും ഒരു വരി ഓർമ്മയുണ്ടല്ലോ. ആ ചെറുപ്പക്കാരൻ്റെ മുഖം ഓർമ്മയുണ്ട്? അപ്പോൾ ഇല്ലില്ല, ഞാൻ ഓടി ഇത് കണ്ടത്, ഞാൻ ഓടി പുറത്തേക്ക് വന്നപ്പോൾ ആള് പോയി. അപ്പോൾ പിന്നീട് കാണാൻ ഒരു വ്യക്തിയാണ്, ഒരിക്കലും കണ്ടിട്ടില്ല. ഇപ്പോഴും കാണാൻ ആഗ്രഹമുണ്ട്? ഉണ്ടാവില്ല. ഇപ്പം ഉണ്ട്. എന്തിനാ ഇങ്ങനെ വലിയ വളച്ചുകെട്ടി പറഞ്ഞ? ചിലപ്പോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോരാ. നേരെ മലയാളം അറിഞ്ഞൂടാ, അറിയില്ല. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് മരിച്ചു നിൽക്കുന്നു. ഒരിക്കലും ഞാൻ ലോകത്ത് ഞാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ
എൻ്റെ ഈ അമ്മ പറഞ്ഞ മറുപടി ഉണ്ടാകും ചിലപ്പോൾ. അപ്പോൾ ഞാനതിനെ ചുരുക്കി, അധികം സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി. അതിൻ്റെ മലയാളം ഉണ്ട്. ഞങ്ങൾ തേടി പിടിക്കട്ടെ ആളെ. തേടി പിടിച്ചാൽ എനിക്ക് എന്ത് സമ്മാനം തരും പറ? എന്ത് ചോദിച്ചാലും തരും. ഇത് ചെറിയ കാര്യമല്ല, ഒന്ന് കൈയടിച്ചു കൊടുക്ക്. ഒന്ന് കണ്ടാൽ മതി അന്നത്തെ ആ കൊച്ച്. ആ 11ാം വയസ്സിൽ 16ാം വയസ്സുകാരനായി വന്ന് ഇണപ്രാവുകൾ എന്ന് പറഞ്ഞ ആ പുസ്തകം സമ്മാനിച്ച് പ്രണയത്തിൻ്റെ ആദ്യത്തെ ഒരു സമ്മാനപ്പൊതി നൽകിയ ആ ചെറുപ്പക്കാരനിപ്പോൾ വയസ്സ് 70, 72 പോരാ പോരാ 69 ആയില്ലേ? ആ, ഒരു 75 വയസ്സ് വരും. ഞങ്ങൾ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് നിങ്ങൾ രണ്ടുപേരും കൊണ്ട് നിർത്തി കഴിഞ്ഞ് ഞാൻ ക്യാമറ റോൾ ചെയ്യും. അയ്യോ നാരായണ. അപ്പൊ എന്തായിരിക്കും പ്രശ്നം? ഇനി നഖം വെച്ചിട്ട് വിരൽ വെച്ചിട്ട് അവിടെ എഴുതുകയും ചെയ്യരുത്. അയ്യോ പിന്നെ എന്തായാലും അദ്ദേഹം ചങ്ങനാശ്ശേരി ഭാഗത്തുണ്ട്. ഇത് ആ മൂപ്പർ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോൺ ബ്രിട്ടാസിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ബന്ധപ്പെടുത്തും നിങ്ങളെ. അയ്യോ എൻ്റെ ദൈവമേ. ചേച്ചി, ഇതൊക്കെ ഒരു തമാശയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ പ്രായമാകുന്തോറും നമ്മുടെ ആദ്യകാലങ്ങളിലെ ചെറിയ ചെറിയ മുഹൂർത്തങ്ങൾ വലിയ വലിയ ഓർമ്മകളായിട്ട് മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പക്ഷേ അടുത്ത കാലത്ത് സംഭവിച്ചു ഒന്നും വേണമെങ്കിൽ ഓർക്കുന്നുണ്ടാവില്ല. ശരിയാണത്, സത്യമാണ്. സത്യമല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 11ാം വയസ്സിലെ ആ സാധനം ഇങ്ങനെ നേരത്തെ ചെറിയൊരു ക്രിക്കറ്റ് ബോളായിരുന്നു, പിന്നീട് അത് ഫുട്ബോളായി, പിന്നീട് അത് ബാസ്കറ്റ് ബോളായി. പ്രത്യേകിച്ച് ആദ്യ പ്രണയം, ആദ്യ പാട്ട്, ആദ്യ സിനിമ പറയല്ലേ. അയ്യോ നാണിക്കുന്നുണ്ട് ഇപ്പോൾ. ഓ, ചേച്ചിയുടെ നാടൻ കാണാൻ വേണ്ടി എത്ര കാലമായിട്ട് ഞാൻ കാത്തിരുന്ന.